വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാള നാടകവേദിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. HSST, HSA, UGC നെറ്റ്, JRF, സെറ്റ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഡിഗ്രി MA പഠിക്കുന്നവർക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മലയാള നാടകവേദി ചരിത്രാവലോകനം. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം 1882 കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചതോടെ മലയാളത്തിൽ നാടക പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിനു മുൻപ് തന്നെ വെളുത്തേരി കേശവൻ വൈദ്യർ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനം ചെയ്തത് രംഗത്ത് അവതരിപ്പിച്ചതായി AD ഹരിശർമ്മ രേഖപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം മുൻപ് പോർച്ചുഗീസുകാരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് മലയാള നാടകവേദിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ നാടകരീതികൾ അനുകരിച്ച് ചില നാടക സമ്പ്രദായങ്ങൾ ഉടലെടുത്തതായി കാണാം. മതപരിവർത്തനത്തിലൂടെ ക്രിസ്തുമത വിശ്വാസികളായി തീർന്നവരാണ് ഈ നാടക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. റോമൻ ചക്രവർത്തിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന ജനോവ നാടകങ്ങളാണ് ഇതിൽ പ്രധാനം. ഇതിനെ തുടർന്ന് കാറൽമാൻ നാടകം, യാക്കോബ് നാടകം, നെപ്പോളിയൻ ചരിതം എന്നിവ രംഗത്തു വന്നു. എന്നാൽ പാശ്ചാത്യ നാടക രീതിയിലുള്ള ദുർബല അനുകരണങ്ങളായി അവ മാറി. നമ്മുടെ നാടൻ കലാസമ്പ്രദായങ്ങളുടെയും പാശ്ചാത്യ നാടക രീതികളുടെയും സമ്മിശ്രതയാണ് ചവിട്ട് നാടകത്തിൽ കാണുന്നതെന്നും മേൽപ്പറഞ്ഞ നാടകങ്ങൾക്ക് പുറമെ ചവിട്ട് നാടകങ്ങൾ ഉണ്ടായി വന്നതായും ഒരു അഭിപ്രായം ഉണ്ട്. എന്നാൽ ഇതൊന്നും ശ്രദ്ധേയമാകാതിരുന്ന സമയത്താണ് ആയില്യം തിരുനാൾ മഹാരാജാവ് ശാകുന്തളം ഭാഷാശാകുന്തളം എന്ന പേരിൽ വിവർത്തനം നടത്തുന്നത്. ഭാഷാശാകുന്തളം നടനും ഗാനരചയിതാവുമായ തിരുവട്ടാർ നാരായണപിള്ള മനോമോഹനം നാടക കമ്പനിയിലൂടെ പ്രേക്ഷകർക്ക് രസിക്കും വിധം ചില പൊടിക്കൈകളോടെ രംഗത്ത് അവതരിപ്പിച്ചു. ഇതിനെ തുടർന്ന് ഒരുപാട് സംസ്കൃത നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ചാത്തുക്കുട്ടി മന്നാടിയാരുടെ ജാനകി പരിണയം 1889, ഉത്തരരാമചരിതം 1892, K. മാധവമേനോന്റെ മാളവികാഗ്നിമിത്രം 1890, കൊട്ടാരത്തിലെ ശങ്കുണ്ണിയുടെ വിക്രമോർവശീയം, മാലതീ മാധവം 1892, ARന്റെ മാളവികാഗ്നിമിത്രം 1890, സ്വപ്നവാസവദത്തം 1917, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ആശ്ചര്യ ചൂടാമണി 1893 തുടങ്ങിയവ വിവർത്തനങ്ങളിൽ പ്രധാനങ്ങളാണ്. രചനയുടെ കാലം പരിഗണിച്ചാൽ കൊച്ചിപ്പൻ തരകന്റെ മറിയാമ്മ നാടകമാണ് മലയാളത്തിലെ ആദ്യ സാമൂഹിക നാടകം. 1866 എഴുതിയ കലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ ആൾമാറാട്ടം അഥവാ ഒരു നല്ല കേളി സല്ലാപം കോമഡി ഓഫ് എറേഴ്സ് എന്ന ഷേക്സ്പിയർ നാടകത്തിൻ്റെ വിവർത്തനമാണ്. ഇത് ഒരു നാടകകൃതിയായി കരുതാൻ പ്രയാസമുണ്ടെന്ന് ചില ഭാഷാ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. നാടകാവതരണത്തിൽ തമിഴ് നാടക സംഘങ്ങളുടെ സ്വാധീനം പരിഗണിക്കപ്പെടേണ്ടതാണ്. തമിഴ് നാടകങ്ങളെ അനുകരിച്ചാണ് കേരളത്തിൽ ആധുനിക നാടകവേദി തുടക്കം കുറിച്ചത്. 1892 ഒരു തമിഴ് നാടക സംഘം കേരളത്തിലെത്തിയതായി G. ശങ്കരപ്പിള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തമിഴ് നാടകങ്ങൾ പാഴ്സി നാടകത്തിൻ്റെ അനുകരണങ്ങളായിരുന്നു. വർണ്ണശബളമായ വേഷവിധാനങ്ങളോടുകൂടി പാഴ്സി നാടകം വിക്ടോറിയൻ നാടകത്തിൻ്റെ വികൃത അനുകരണങ്ങളായിരുന്നു. എങ്കിലും പാഴ്സി നാടകങ്ങളെ അനുകരിച്ചായിരുന്നു തമിഴ് നാടകങ്ങൾ രംഗപ്രവേശനം ചെയ്തതെന്ന് കാണാം. കല്യാണരാമൻ സെറ്റ്, ബബ്ബുലൻ, കുട്ടീശ്വരൻ സെറ്റ് ഇവയെല്ലാം അക്കാലത്തെ പ്രസിദ്ധ നാടക സംഘങ്ങളായിരുന്നു. ഇവയെ അനുകരിച്ചാണ് കേരളത്തിൽ സ്വതന്ത്ര നാടക സമിതികൾ ഉണ്ടായത്. തിരുവട്ടാർ നാരായണപിള്ളയുടെ മനോമോഹനം കമ്പനി, CP അച്യുതമേനോന്റെ വിനോദ ചിന്താമണി, ചാത്തുക്കുട്ടി മന്നാടിയാരുടെ രസികരഞ്ജിനി, PS വാര്യരുടെ പരമശിവവിലാസം കമ്പനി തുടങ്ങിയവയാണ് ഈ സമിതികൾ. തുടർന്ന് ഒട്ടേറെ നാടക സമിതികൾ കേരളത്തിൽ ഉണ്ടായി. ഇതേ കാലഘട്ടത്തിൽ
ലക്ഷണാസംഗം, ചന്ദ്രിക, സുഭദ്രാർജുനം, എബ്രായക്കുട്ടി തുടങ്ങിയ സ്വതന്ത്ര നാടകങ്ങളും ഉണ്ടായി. എബ്രായക്കുട്ടി ബൈബിൾ കഥയെ ആസ്പദമാക്കി രചിച്ച് ഇംഗ്ലീഷ് നാടകരീതി അനുസരിച്ച് മലയാളത്തിൽ ഉണ്ടായ ആദ്യ നാടകമാണ്. പ്രഹസനം. മലയാളത്തിലെ ഗദ്യ നാടകങ്ങളുടെ ആദ്യ രൂപമാണ് പ്രഹസനം. ഇംഗ്ലീഷ് നാടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രഹസനങ്ങൾ ഉണ്ടായത്. ഇവ പരിഹാസപ്രധാനമാണ്. 1885 CV രാമൻപിള്ള എഴുതിയ ചന്ദ്രമുഖി വിലാസം ഈ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ്. തുടർന്ന് പൊതുവേദികളിൽ അവതരിപ്പിക്കാനായി കുറുപ്പില്ലാ കളരി, പണ്ടത്തെ പാച്ചൻ, ബട്ട്ലർ പപ്പൻ, ചെറുതേൻ കൊളംബസ്, കൈമളശൻ്റെ കടശിക്കൈ തുടങ്ങിയ 9 പ്രഹസനങ്ങൾ CV തയ്യാറാക്കി. സമകാലിക സാമൂഹ്യ സംഭവങ്ങൾക്ക് പ്രഹസനങ്ങളിൽ പ്രാധാന്യം ലഭിച്ചു. ഫലിതവും പരിഹാസവും ഇടകലർത്തി സാമൂഹിക വിമർശനം നടത്തുക എന്നതായിരുന്നു CVയുടെ ലക്ഷ്യം. നാടകരംഗത്ത് ഈ പ്രഹസനങ്ങൾ ചലനം സൃഷ്ടിച്ചതോടെ EV കൃഷ്ണപിള്ള, NB ചെല്ലപ്പൻ നാടാർ, TN ഗോപിനാഥൻ നായർ, ജഗതി NK ആചാരി തുടങ്ങിയവർ അവരുടേതായ സവിശേഷ രീതികളിൽ ഒട്ടേറെ പ്രഹസനങ്ങൾ രചിച്ച് രംഗത്ത് അവതരിപ്പിച്ചു. ദുഷിച്ച സാമൂഹ്യ പ്രവണതകൾ നീക്കുപോക്കില്ലാതെ തുറന്നു കാണിക്കുന്നതിലും വിമർശിക്കുന്നതിലും പ്രഹസനങ്ങൾ മുൻനിരയിൽ തന്നെയായിരുന്നു. സംഗീത നാടകങ്ങൾ. തമിഴ് സംഗീത നാടക സെറ്റുകൾ മലയാള നാടകവേദി അടക്കിവാണപ്പോൾ മലയാള സംഗീത നാടകങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. സംസ്കൃത ഭാഷാ നാടകങ്ങൾക്കും തമിഴ് സംഗീത നാടകങ്ങൾക്കും ഇടയിൽ സമന്വയത്തിൻ്റെ വഴിതേടിയാണ് മലയാള സംഗീത നാടകവേദിക്ക് ശുഭകരമായ തുടക്കം ഉണ്ടായത്. മലയാള സംഗീത നാടക പ്രസ്ഥാനം തികച്ചും അനുകരണത്തിൻ്റെ സൃഷ്ടിയാണെന്നും അതിൻ്റെ ഫലമായി നമ്മുടെ പൂർവ്വ പാരമ്പര്യങ്ങളുടെ പിന്തുടർച്ചയല്ലാതെ ഒരു നാടകവേദി നമുക്കുണ്ടായി എന്നും G. ശങ്കരപ്പിള്ള അഭിപ്രായപ്പെടുന്നു. തമിഴ് സംഗീത സംഘങ്ങൾ അവതരിപ്പിച്ച സദാറാം സാവിത്രി, സത്യവാൻ, നല്ലതങ്കാൾ, കോവലൻ ചരിതം തുടങ്ങിയ നാടകങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കാനാണ് മലയാള നാടക സമിതികൾ ആദ്യം തയ്യാറായത്. എന്നാൽ തമിഴ് നാടകങ്ങളുടെ അവതരണം, സംവിധാനം, നീണ്ട സംഭാഷണങ്ങൾ, പശ്ചാത്തല സംഗീതം തുടങ്ങിയ ഘടകങ്ങൾ വികലമായി അനുകരിച്ചത് കോമാളി നാടകത്തിൻ്റെ തലത്തിലേക്ക് മലയാള നാടക സമിതി അവതരിപ്പിച്ച നാടകങ്ങൾ തരം താഴാൻ ഇടയായി. തമിഴ് നാടകങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാന കാരണം അതിലെ അനശ്വര ഗാനങ്ങളും സ്ത്രീ പാർട്ടുകളുമായിരുന്നു. എന്നാൽ ഭാഗവത നടന്മാർ പാട്ടുകൾ വികൃതമായി പാടി അവതരിപ്പിച്ചതും സംഗീതവും സാഹിത്യവും മോശമായതും സ്ത്രീ പാട്ടുകൾ പുരുഷന്മാർ അവതരിപ്പിച്ചതും സാങ്കേതികമായി അവതരണത്തിൽ അത് പരാജയപ്പെട്ടതും മലയാള സംഗീത നാടകങ്ങളുടെ പതനത്തിന് കാരണമായി. കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി മലയാള സംഗീത നാടക സമിതികൾക്ക് പിന്തിരിയേണ്ടി വന്നു. TC അച്യുതമേനോൻ, എരുവയിൽ M. ചക്രപാണി വാര്യർ, VS ആൻഡ്രൂസ് എന്നിവരുടെ നാടകങ്ങളാണ് മലയാള സംഗീത നാടകങ്ങളിൽ അഗ്രിമ സ്ഥാനത്ത് വരുന്നത്. സംസ്കൃത നാടകങ്ങൾ. നാടോടി നാടകം, സംസ്കൃത നാടകം, സംഗീത നാടകം എന്നീ 3 കൈവഴികളാണ് കേരളീയ നാടകവേദിയുടെ പ്രാചീന ഘട്ടത്തിൽ കാണുന്നത്. സംസ്കൃത നാടക പാരമ്പര്യത്തിൽ കൂടിയാട്ടം എന്ന ക്ലാസിക്കൽ നാടകാവതരണം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്കൃത നാടകങ്ങളുടെ മലയാള വിവർത്തനവും കാണാം. കൂടിയാട്ടത്തിന് 2000-ഓളം വർഷത്തെ പഴക്കമുണ്ട്. ക്ഷേത്രങ്ങളുടെ ഭാഗമായ കൂത്തമ്പലങ്ങളിലാണ് അനുഷ്ഠാനത്തിൻ്റെ രൂപത്തിൽ കൂടിയാട്ട നാടകങ്ങൾ അവതരിപ്പിച്ചു വരുന്നത്. ഇന്ത്യയിലാകെ ഈ ക്ലാസിക്കൽ നാടകാവതരണം പ്രചാരത്തിലുണ്ടായിരുന്നുവെങ്കിലും ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലും തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലുമാണ് ഇപ്പോഴും ഇത് തുടർന്നു വരുന്നത്. അവതാരകരായ ചാക്യാന്മാർക്ക് പ്രിയങ്കരമായ നാടകങ്ങൾ ആശ്ചര്യ ചൂടാമണി, അഭിഷേക നാടകം, പ്രതിമാ നാടകം, സുഭദ്രാ ധനഞ്ജയം എന്നിവയാണ്. ഭാസന്റെ നാടകങ്ങളായ അഭിഷേകം, പ്രതിമ,
പ്രതിജ്ഞായൗഗന്ധരായണം, സ്വപ്നവാസവദത്തം, ബാലചരിതം, അവിർമാരകം, മധ്യമവ്യായോഗം, ദൂതവാക്യം, കർണഭാരം, ഊരുഭംഗം, ചാരുദത്തം എന്നിവ കേരളത്തിൽ കൂടിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ചു വന്ന നാടകങ്ങളാണ്. ശക്തിഭദ്രൻ്റെ ആശ്ചര്യചൂഡാമണി, കുലശേഖരൻ്റെ സുഭദ്രാധനഞ്ജയം, തപതീ സംവരണം, ഹർഷൻ്റെ നാഗാനന്ദം, മഹേന്ദ്രവർമ്മൻ്റെ ഭഗവദ്യുഗം, ബോധായനൻ്റെ മത്തവിലാസം എന്നിവയും വ്യാപകമായി അവതരിപ്പിച്ചു പോന്ന സംസ്കൃത നാടകങ്ങളാണ്. കാളിദാസൻ്റെ ശാകുന്തളം കൂടിയാട്ട രൂപത്തിൽ കണ്ണൂർ ജില്ലയിൽ അരങ്ങേറുന്നതായി KP നാരായണ പിഷാരടിയോട് പറയുന്നുണ്ട്. ആധുനിക കാലത്ത് സംസ്കൃത നാടകങ്ങൾക്ക് പുതിയ രംഗഭാഷയും രംഗാവതരണവും സൃഷ്ടിച്ചത് കാവാലം നാരായണ പണിക്കരാണ്. മധ്യമവ്യായോഗം, ഊരുഭംഗം, ഭഗവദ്യുഗം, ശാകുന്തളം തുടങ്ങിയ നാടകങ്ങൾ സംസ്കൃതത്തിൽ തന്നെ കാവാലം അരങ്ങിലെത്തിച്ചു. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങളിൽ മിക്കതിനും മലയാള വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, സ്വപ്നവാസവദത്തം, കർണഭാരം, ഊരുഭംഗം, പഞ്ചരാത്രം, ദൂതവാക്യം, മധ്യമവ്യായോഗം, ഭഗവദ്യുഗം, മത്തവിലാസം, ഉത്തരരാമചരിതം തുടങ്ങിയവ അത്തരത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളാണ്. 1882 മനോമോഹനം നാടക കമ്പനിയുടെ ബാനറിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ കേരളീയ ഭാഷാ ശാകുന്തളം അരങ്ങേറി. പിന്നീട് 1912 മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ ലളിതമായ ഒരു ശാകുന്തള വിവർത്തനം കൂടി വലിയ കോയി തമ്പുരാൻ അവതരിപ്പിച്ചു. നൂറുകണക്കിന് സംസ്കൃത നാടക തർജ്ജമകൾ ഉണ്ടായെങ്കിലും മലയാളത്തിൽ എടുത്തു പറയത്തക്ക സ്ഥാനം നേടാൻ അവയിൽ ഭൂരിപക്ഷത്തിനും കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള നാടകങ്ങളും ശ്രദ്ധേയമല്ലാത്ത ഇവയുടെ ചുവടുപിടിച്ചുണ്ടായ സ്വതന്ത്ര നാടകങ്ങളും കണ്ടിട്ടാണ് മുൻഷി രാമക്കുറുപ്പ് ചക്കീചങ്കരവും, KC നാരായണൻ നമ്പ്യാർ വടക്കൻ ചക്കീചങ്കരവും, ശിവുള്ളി നമ്പൂതിരി ദുസ്പർശ നാടകവും രചിച്ചത്. ഇവ മൂന്നും നാടകങ്ങളെ വിമർശിക്കുന്ന ആക്ഷേപഹാസ്യത്തിലുള്ള നാടകങ്ങളായിരുന്നു. ഷേക്സ്പിയർ നാടക പരിഭാഷകൾ. വില്യം ഷേക്സ്പിയർ സ്റ്റാൻഫോർഡ് അപ്പോൺ ഏവൻ എന്ന ഗ്രാമത്തിൽ 1564 ഏപ്രിൽ 23 ജനിച്ചതായി കണക്കാക്കപ്പെടുന്നു. 37 നാടകങ്ങളും 154 സോണറ്റുകളും 2 നീണ്ട കവിതകളും എഴുതിയിട്ടുണ്ട്. നാടകകൃത്ത് എന്ന നിലയിൽ ആദ്യമായി ഷേക്സ്പിയറെ പരാമർശിക്കുന്നത് റോബർട്ട് ഗ്രീൻ 1592 ഷേക്സ്പിയറിന് എതിരെ നടത്തിയ വിമർശനത്തിലാണ്. പൂർണ്ണമായും പദ്യരൂപത്തിൽ എഴുതിയ ഷേക്സ്പിയറിയൻ നാടകങ്ങളാണ് റിച്ചാർഡ് കിങ് ജോൺ എന്നിവ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കോമഡികൾ എ മിഡ് സമ്മർ നൈറ്റ് ഡ്രീം, മർച്ചൻ്റ് ഓഫ് വെനീസ്, മച്ച് എഡു എബൌട്ട് നത്തിങ്, ഏസ് യു ലൈക്ക് ഇറ്റ്, ട്വൽത്ത് നൈറ്റ് എന്നിവയാണ്. ലോകപ്രശസ്തങ്ങളായ അദ്ദേഹത്തിൻ്റെ ട്രാജഡികൾ മാക്ബത്ത്, ഒതെല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, റോമിയോ ആൻഡ് ജൂലിയറ്റ് ഇവ കൂടാതെ ട്രാജിക് കോമഡികളായ ടെമ്പസ്റ്റ് വിൻറ്റേഴ്സ് ടെയിൽ എന്നിവ പ്രേക്ഷക ഹൃദയം കവർന്നവയാണ്. ഷേക്സ്പിയറിൻ്റെ ദുരന്ത നാടകങ്ങളിൽ വച്ച് ഏറ്റവും ചെറുതും സംക്ഷിപ്തവുമായ അവതരണ ശൈലിയുള്ളതാണ് മാക്ബത്ത്. ബെൻ ജോൺസൺ ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല എല്ലാ കാലത്തേക്കുമുള്ളതാണ് ഷേക്സ്പിയർ കൃതികൾ എന്ന് പ്രകീർത്തിച്ചു. ഗ്ലോബ് തിയേറ്റർ അദ്ദേഹത്തിൻ്റെ കാലത്തെ നാടകാവതരണത്തിനുള്ള സവിശേഷമായ രംഗസംവിധാനമായിരുന്നു. തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ തിയേറ്റർ 1644 തകർക്കപ്പെട്ടു. ഷേക്സ്പിയറിൻ്റെ എല്ലാ കൃതികളും കണ്ടുകിട്ടിയിട്ടില്ല. മലയാളത്തിലെ ഷേക്സ്പിയർ വിവർത്തനങ്ങൾ ഏകദേശം 150ഓളം വരും. ട്രാജഡികൾക്കാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
ഷേക്സ്പിയറിയൻ നാടകങ്ങൾ കേരളത്തിലെത്തുന്നത് തമിഴ് സംഗീത നാടക കമ്പനികൾ വഴിയാണ്. ദിവാൻ ബഹദൂർ ഗോവിന്ദപിള്ള, കെ ചിദംബര വാദ്യാർ, ചെമ്പകരാമൻ വേലായുധൻ, കെ രാജരാജവർമ്മ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, സി.പി. ലക്ഷ്മിയമ്മ എന്നിവർ ആദ്യകാലത്ത് ഷേക്സ്പിയർ നാടകങ്ങൾ വിവർത്തനം ചെയ്തു. കോമഡി ഓഫ് എറേഴ്സിന് ആൾമാറാട്ടം അഥവാ ഒരു നല്ല കേളീ സല്ലാപം എന്ന പേരിൽ കലൂർ ഉമ്മൻ ഫിലിപ്പോസ് 1866 തയ്യാറാക്കിയ വിവർത്തനമാണ് ആദ്യ മലയാള ഷേക്സ്പിയറിയൻ വിവർത്തനം. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയിൽ ഷേക്സ്പിയറുടെ സിംബലിൻ്റെ സ്വാധീനം ഉള്ളതായി എം.ബി. പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ സഹായിച്ചു കൊണ്ടിരുന്ന കെ ചിദംബര വാദ്യാർ ലാംബിൻ്റെ ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഏസ് യു ലൈക്ക് ഇറ്റ്, വിൻഡോസ് ടെയിൽ, സിംബലൈൻ എന്നീ കഥകൾ യഥാക്രമം കാമാക്ഷി ചരിതം, വർഷകാല ചരിതം, സിംഹളനാഥൻ എന്നീ പേരുകളിൽ പരിഭാഷപ്പെടുത്തുകയും മഹാരാജാവിൻ്റെ പ്രോത്സാഹനത്തിന് പാത്രമാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഷേക്സ്പിയറുടെ മാക്ബത്ത്, റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നീ നാടകങ്ങൾ ഗദ്യരൂപത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിദംബര വാദ്യാർ ഒരു സാഹിത്യകാരനായിരുന്നെന്ന് തെളിവില്ല. അതുകൊണ്ട് തന്നെ വൈകാരിക തീക്ഷ്ണതയും കാവ്യഭംഗിയും കലർത്തേണ്ടിടങ്ങളിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. ഷേക്സ്പിയറുടെ നാടകങ്ങളെ നാടകങ്ങളായി അവതരിപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ആദ്യം ഓർക്കേണ്ടത് വർഗീസ് മാപ്പിളയെയും ദിവാൻ ബഹദൂർ ഗോവിന്ദപിള്ളയെയുമാണ്. ഭിന്ന രീതിയിലാണ് ഇവർ നാടക തർജ്ജമ നിർവഹിച്ചത്. ടൈമിംഗ് ദി ഷ്രൂ എന്ന നാടകത്തെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് മാറ്റി കലഹിനീദമനം എന്ന പേരിൽ ഏറെക്കുറെ സ്വതന്ത്രമായ ഒരു നാടകമായാണ് വർഗീസ് മാപ്പിള എഴുതിയത്. ഇത് അനുകരണീയമായ ഒരു മാതൃകയല്ല. കാരണം കഥാപാത്രനാമങ്ങളും പശ്ചാത്തലങ്ങളും മാറ്റിക്കൊണ്ടുള്ള തർജ്ജമ ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ പുതുമയുള്ള ഒരു നാടകമായി അന്നത്തെ വായനക്കാർ ഇതിനെ കരുതി എന്നുള്ളതിന് തർക്കമില്ല. ഷേക്സ്പിയർ നാടകങ്ങളെ അതിൻ്റെ തനിസ്വരൂപത്തിൽ ഗദ്യപദ്യങ്ങൾ യഥാസ്ഥാനം ഉപയോഗിച്ച് തർജ്ജമ ചെയ്തത് ദിവാൻ ബഹദൂർ ഗോവിന്ദപിള്ളയാണ്. മികച്ച തർജ്ജമാകാരനായിരുന്നെങ്കിലും ഷേക്സ്പിയർ തർജ്ജമയിൽ അദ്ദേഹം പരാജിതനായി. 1897 പ്രസിദ്ധീകരിച്ച കിങ് ലിയറിനെ തുടർന്ന് അദ്ദേഹം മാക്ബത്ത്, ഹാംലെറ്റ്, ഒതെല്ലോ, മർച്ചൻ്റ് ഓഫ് വെനീസ് എന്നീ കൃതികൾ കൂടി പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഗോവിന്ദപിള്ളയ്ക്ക് ശേഷവും ഷേക്സ്പിയർ തർജ്ജമകൾ മലയാളത്തിലുണ്ടായി. ചുനക്കര സി കൃഷ്ണവാര്യർ 1906 പ്രസിദ്ധീകരിച്ച വാസന്തിക സ്വപ്നമാണ് അവയിലൊന്ന്. ഇത് R.P. കൃഷ്ണമാചാര്യർ എ മിഡ് സമ്മർ നൈറ്റ് ഡ്രീമിൻ്റെ പരിഭാഷയായി എഴുതിയ സംസ്കൃതിയുടെ പരിഭാഷയാകയാൽ മൂന്നാം പരിവർത്തനമാണ്. വാര്യർ അതിനെ ഒരു സംഗീതമാക്കുക കൂടി ചെയ്തപ്പോൾ വൈജാത്യം വളരെ കൂടി. 12th നൈറ്റ് എന്ന കൃതിക്ക് 2 തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് C.P. തോമസിൻ്റെ മനം പോലെ മാംഗല്യവും രണ്ടാമത്തേത് ഡോക്ടർ കെ കൊച്ചുണ്ണി മേനോൻ്റെ ദ്വാദശ നിശയുമാണ്. C.P. തോമസിൻ്റെ തർജ്ജമ ചിദംബര വാദ്യാരുടെ പാത പിന്തുടർന്ന് അടിമുടി ഗദ്യത്തിലാണ്. എന്നാൽ കൊച്ചുണ്ണി മേനോൻ കവിതാഭാഗം പദ്യത്തിൽ അവതരിപ്പിച്ചത് സന്ദർഭാനുയോജ്യമായ രീതിയിൽ വൃത്തങ്ങൾ മാറ്റിക്കൊണ്ടായിരുന്നു. ഇത് വായനക്കാരന് ഹൃദ്യമായി അനുഭവപ്പെട്ടു. M.R. നായരുടെ ഒഥല്ലോ തർജ്ജമ മികച്ച ഒന്നായി സാഹിത്യലോകം അംഗീകരിച്ചു. അതിനു കാരണം മൂലകൃതിയിൽ അഗാധമായ അവഗാഹവും അനുഭൂതിയും ഉണ്ടായ ശേഷമാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തത് എന്നതാണ്. സർദാർ K.M. പണിക്കരുടെ ലിയർ രാജാവാണ് പിന്നീടുണ്ടായ മറ്റൊരു പരിഭാഷ. കേകവൃത്തത്തിൽ പദ്യരൂപത്തിൽ മാത്രം തർജ്ജമ നിർവഹിച്ചത് ഹാനികരമായി എന്ന അഭിപ്രായം ഈ വിവർത്തനത്തെക്കുറിച്ച് ഉണ്ടായി. ഈ അടുത്ത കാലത്തുണ്ടായ വിവർത്തന പരീക്ഷണങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് കെ രാമകൃഷ്ണപിള്ളയുടെ മാക്ബത്ത് പരിഭാഷയാണെന്ന് അഭിപ്രായമുണ്ട്.
കഥാപാത്രങ്ങളോടൊപ്പം ജീവിക്കാനും വികാരാനുഭൂതി കൊള്ളാനും പരിഭാഷകനായ രാമകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഷേക്സ്പിയർ കൃതികളുടെ ശ്രദ്ധേയമായ തർജ്ജമകൾ. അതാണെങ്കിൽ ഒരു മഹാമേരുവിനെ പ്രതിനിധാനം ചെയ്യാൻ ഒരു മണൽക്കൂമ്പാരം ഉണ്ടായതുപോലെ കണക്കാക്കേണ്ടതുള്ളൂ എന്ന് പി.കെ. പരമേശ്വരൻ നായരുടെ അഭിപ്രായം.